നമുക്കിന്ന് 9ാം ക്ലാസ്സിലെ ഹിന്ദി ക്ലാസ് നോക്കാം. कक्षा में हम एक कहानी पढ़ रहे थे. क्या आपको याद है? तो बताइए कहानी का नाम क्या है? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു കഥ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലേ? നിങ്ങൾക്ക് ആ കഥയുടെ പേര് ഓർമ്മയുണ്ടോ? ഈ പറഞ്ഞേ, എന്തായിരുന്നു പേര്? हाँ, पक्षी और दीमक. പക്ഷിയും ദീമക്കും. പക്ഷിയും ദീമക് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ചിതൽ അല്ലേ? हाँ, गजानन माधव मुक्तिबोध की कहानी. ഗജാനൻ മാധവ് മുക്തിബോധിന്റെ കഥയായിരുന്നു പക്ഷി ഓർ ദീമക്. पक्षी और दीमक वही हम पढ़ रहे थे. कहानी के मुख्य पात्र कौन कौन है? कहानी के मुख्य पात्र कौन कौन है? അപ്പൊ കഥയിലെ മുഖ്യ കഥാപാത്രങ്ങൾ ആരൊക്കെയായിരുന്നു? हाँ, पक्षी और कौन है? പക്ഷിയും गाड़ी वाला. पक्षी और गाड़ी वाला. കാളവണ്ടിക്കാരനും അല്ലേ? और क्या क्या याद है आपको? പിന്നെ എന്തൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ട്? कुछ याद है? എന്തെങ്കിലും ഓർമ്മയുണ്ടോ? हाँ, उस पक्षी को दीमकें खाने का शौक था. പക്ഷിക്ക് ദീമക്, അതായത് ചിതലിനെ കഴിക്കാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നല്ലേ? उस पक्षी को दीमकें खाने का शौक था. उसे कहाँ से दीमक मिलती थी? അപ്പൊ അതിന് ചെതിലുകൾ എവിടെ നിന്നായിരുന്നു കിട്ടിയിരുന്നത്? उसे कहाँ से दीमक मिलती थी? എവിടെ നിന്നായിരുന്നു? बहुत अच्छा. एक गाड़ी वाला रोज उसे दीमक देता था. ഒരു വണ്ടിക്കാരൻ എന്നും ആ പക്ഷിക്ക് ചിതൽ കൊടുക്കുമായിരുന്നു. वो गाड़ी वाले से एक पंख देकर 2 दीमकें खरीदता था. അത് ആ പക്ഷി ആ വണ്ടിക്കാരന് എന്താണ്, ഒരു തൂവൽ കൊടുത്തിട്ട് 2 ദീമക്, 2 ചിതലിനെ വാങ്ങുമായിരുന്നു. आगे क्या हुआ होगा जरा देखें. മുമ്പോട്ട് എന്ത് സംഭവിച്ചു കാണുമെന്ന് നമുക്ക് നോക്കാം. कुछ दिनों तक ऐसा ही चलता रहा. കുറേ ദിവസത്തേക്ക് ഇതേപോലെ നടന്നുകൊണ്ടിരുന്നു. എന്താണ്, പക്ഷി വണ്ടിക്കാരൻ വരുന്നു, പക്ഷി തൻ്റെ ഒരു തൂവൽ കൊടുക്കുന്നു, 2 ദീമക്കിനെ വാങ്ങുന്നു. ഇങ്ങനെ കുറേ ദിവസത്തേക്ക് നടന്നുകൊണ്ടിരുന്നു. दिन उसके पिता ने देख लिया. ഒരു ദിവസം ഈ പക്ഷിയുടെ പിതാവ്, അച്ഛൻ പക്ഷി ഇത് കണ്ടു. उसने समझाने की कोशिश की कि बेटे दीमकें हमारा स्वाभाविक आहार नहीं है. അപ്പൊ അച്ഛൻ ആ മകനോട് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. മോനെ, ഈ ചിതലെന്ന് പറയുന്നത് നമ്മുടെ സ്വാഭാവിക ആഹാരമല്ല. और उनके लिए अपने पंख तो हरगिज़ नहीं दिए जा सकते. പിന്നെ അത് നമ്മുടെ സ്വാഭാവിക ആഹാരവുമല്ല, അതിനു വേണ്ടിയിട്ട് നിന്റെ തൂവലുകൾ കൊടുക്കുകയും ചെയ്യാൻ പാടില്ല. कुछ दिनों तक ऐसा ही चलता रहा. कुछ दिनों तक ऐसा क्या चलता रहा? കുറച്ച് ദിവസം ഇതുപോലെ തന്നെ നടന്നു. കുറച്ച് ദിവസം എന്താണ് നടന്നത്? कुछ दिनों से पक्षी ऐसा क्या कर रहा है? കുറച്ച് ദിവസമായിട്ട് പക്ഷി എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? जरा बताइए. പറഞ്ഞേ. यहाँ नौजवान पक्षी कुछ दिनों से ऐसा कौन सा कार्य कर रहा है? കുറച്ച് ദിവസമായിട്ട് ഇതുപോലെ എന്ത് കാര്യമായിരുന്നു ഈ പക്ഷി ചെയ്തുകൊണ്ടിരുന്നത്? हाँ, पक्षी रोज अपना पंख देकर. पक्षी रोज പക്ഷി എല്ലാ ദിവസവും തൻ്റെ തൂവൽ കൊടുത്തിട്ട് ദീമക്കിനെ വാങ്ങി കഴിക്കുകയായിരുന്നല്ലേ? हर दिन अपना पंख देकर दीमकें खरीदता था. पक्षी रोज किसको पंख देता है? പക്ഷി ദിവസവും ആർക്കായിരുന്നു തൻ്റെ തൂവൽ കൊടുത്തുകൊണ്ടിരുന്നത്? കിസ്കോ, ആർക്ക്? गाड़ी वाले को. വണ്ടിക്കാരനല്ലേ, ഗാഡി വാലയ്ക്ക്. और बदले में गाड़ी वाला पक्षी को क्या देता है? അതിന് പകരം വണ്ടിക്കാരൻ പക്ഷിക്ക് എന്ത് കൊടുത്തു? തൂവലിന് പകരം എന്താണ് വണ്ടിക്കാരൻ പക്ഷിക്ക് കൊടുത്തത്? 2 दीमकें. 2 ചിതൽ. पिता ने देख लिया. ഒരു ദിവസം അച്ഛനിത് കണ്ടുപിടിച്ചു. एक दिन पिता ने देख लिया तो पिता ने उससे क्या कहा? അപ്പൊ അച്ഛൻ എന്താണ് പക്ഷിയോട് പറഞ്ഞു കൊടുത്തത്? बेटे दीमकें हमारा स्वाभाविक आहार नहीं है. നമ്മുടെ സ്വാഭാവിക ആഹാരമല്ല ദീമക്കെ. दीमकें हमारा स्वाभाविक आहार नहीं है. स्वाभाविक आहार माने क्या है? जो आहार हमारे स्वास्थ्य के लिए अच्छा है. സ്വാഭാവിക ആഹാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആരോഗ്യത്തിന് നല്ലതായിട്ടുള്ള ആഹാരത്തെയാണ് അങ്ങനെ സ്വാഭാവിക് ആഹാർ എന്ന് പറയുന്നത്. അപ്പോൾ ദീമക്കി എന്ന് പറഞ്ഞാൽ ഈ പക്ഷിക്ക് ആരോഗ്യത്തിന് നല്ല ആഹാരം അല്ല എന്നാണ് അച്ഛൻ പക്ഷി പറഞ്ഞത്.
स्वाभाविक आहार है। तो पिता ने क्या उपदेश दिया? बेटे, दीमकें हमारा स्वाभाविक आहार नहीं है। അപ്പം അച്ഛൻ പക്ഷി എന്താണ് എന്ത് ഉപദേശമാണ് കൊടുത്തത്? ദീമക്കെ ഹമാര ദീമക്കയും അതായത് ചിതലുകൾ നമ്മുടെ സ്വാഭാവിക ആഹാരമല്ല എന്ന് പറഞ്ഞു. उनके लिए, किनके लिए? उन दीमकों के लिए अपना पंख, ഉൻകേലിയെ ആർക്ക് വേണ്ടി? ആ ചിതലുകൾക്ക് വേണ്ടി നിന്റെ തൂവൽ हरगिज नहीं देना चाहिए। ഒരിക്കലും ഹർഗീസ് മാനെ കൊടുക്കാൻ പാടില്ല. ഹർഗീസ് എന്ന് പറഞ്ഞാൽ क्या എന്താണ്? है? शब्दकोश में देखें, ശബ്ദകോശത്തിൽ നോക്കിയേ. हरगिज माने ഒരിക്കലും. ഹർഗീസ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും. അതായത് ആ രണ്ട് ചിതലുകൾക്ക് വേണ്ടി നിന്റെ തൂവൽ ഒരിക്കലും കൊടുക്കാൻ പാടില്ല. दीमकों के लिए अपना पंख हरगिज नहीं देना चाहिए। पिता ने उपदेश दिया। പിതാവ് അങ്ങനെ बच्चों, यहाँ ഉപദേശിച്ചു. आपकी पाठ्य पुस्तिका में एक प्रश्न है, जरा देखें। കുട്ടികളെ, നിങ്ങളുടെ പാഠപുസ്തകത്തിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതെന്താണെന്ന് നോക്കാം. देखें, दीमकें हमारा स्वाभाविक आहार नहीं है और उनके लिए अपने पंख तो हरगिज नहीं दिए जा सकते। यहाँ किस सच्चाई की ओर संकेत किया गया है? पंख के बिना पक्षी कैसे जिएगा? ആ ഈ തൂവലുകളില്ലാതെ പക്ഷി എങ്ങനെ ജീവിക്കും? കേസേ ജിയേങ്ക? बताइए। നിങ്ങൾ पक्षी പറഞ്ഞേ. के पास पंख नहीं है പക്ഷികൾക്ക് ഒരു തൂവലും ഇല്ല. അങ്ങനെയാണെങ്കിൽ പക്ഷി എങ്ങനെ ജീവിക്കും? तो वो कैसे जिएगा? क्या वो उड़ पाएगा? ആ പക്ഷികൾക്ക് പറക്കാൻ സാധിക്കുമോ? क्या वो उड़ पाएगा? नहीं। ഇല്ല അല്ലേ? दीमकें हमारा स्वाभाविक आहार नहीं है, इसके लिए अपना पंख हरगिज नहीं देना चाहिए। ദീമക്കയും നമ്മുടെ സ്വാഭാവിക ആഹാരമല്ല. ഇതിനു വേണ്ടിയിട്ട് നിന്റെ തൂവൽ ഒരിക്കലും കൊടുക്കാൻ പാടില്ല. यहाँ किस सच्चाई की ओर संकेत किया गया है? बताइए। क्या दीमक पक्षी का स्वाभाविक ഇവിടെ എന്ത് സത്യത്തെയാണ് സൂചിപ്പിക്കുന്നത്? നിങ്ങളൊന്ന് പറഞ്ഞേ. आहार है? എന്താണ്? ചിതലുകൾ അവരുടെ സ്വാഭാവിക ആഹാരമാണോ? അല്ല അല്ലേ? नहीं, दीमक पक्षी का स्वाभाविक आहार नहीं है और पक्षी अपना अस्तित्व किसके लिए दे रहा है? പക്ഷി തൻ്റെ അസ്തിത്വം ആർക്ക് വേണ്ടി കൊടുക്കുകയാണ്? എന്തിനു വേണ്ടി കൊടുക്കുകയാണ്? उसका अस्तित्व क्या है? पंख। पक्षी का अस्तित्व क्या है? ആ പക്ഷിയുടെ അസ്തിത്വം എന്താണ്? തൻ്റെ തൂവലുകൾ. തൂവലുകൾ ഉണ്ടെങ്കിൽ ആ പക്ഷിക്ക് പറക്കാൻ സാധിക്കും അല്ലേ? पंख है। वो अपना अस्तित्व किसके लिए दे रहा है? तुच्छ दीमकों के लिए। इन तुच्छ दीमकों വെറുതെയുള്ള के लिए ആ തുച്ഛമായിട്ടുള്ള ചിതലുകൾക്ക് വേണ്ടി കൊടുക്കുകയാണ്. अपना अस्तित्व दे रहा है पक्षी। तो बताइए, यहाँ किस सच्चाई की ओर संकेत किया गया है? അപ്പം നിങ്ങൾ പറഞ്ഞ ഇവിടെ എന്ത് സത്യത്തെയാണ് സൂചിപ്പിക്കുന്നത്? जरा अपनी पुस्तिका में लिखिए। നിങ്ങളുടെ പുസ്തകത്തിൽ എഴുതിക്കേ. उत्तर तैयार करके अपनी टीचर जी को भेज देना। നിങ്ങൾ ഇതിൻ്റെ ഉത്തരം എഴുതി നിങ്ങളുടെ ടീച്ചറിന് അയച്ചു കൊടുക്കണം. जरूर दिखाना, आज ही दिखाना। ഇന്ന് തന്നെ കാണിക്കണം കേട്ടോ. बच्चों, हमारा भी कुछ स्वाभाविक आहार है। കുട്ടികളെ, നമ്മുടെയും ചില സ്വാഭാവിക ആഹാരങ്ങളുണ്ടല്ലേ? हमारा भी कुछ स्वाभाविक आहार है। क्या आजकल हम हमारा स्वाभाविक आहार ही खा रहे हैं? ഇന്ന് നമ്മുടെ സ്വാഭാവിക ആഹാരങ്ങൾ തന്നെയാണോ കഴിക്കുന്നത്? जरा सोचिए। നിങ്ങളൊന്ന് ചിന്തിച്ചേ. नहीं। അല്ല അല്ലേ? विज्ञापन के पीछे जाकर आज हम बनावटी भोजन खा रहे। അപ്പോൾ വിദ്യാപൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പരസ്യം. നമ്മൾ പരസ്യങ്ങളൊക്കെ കണ്ട് കൃത്രിമ ഭക്ഷണത്തിന് പിന്നാലെ, ബനാവട്ടി ഭോജൻ, കൃത്രിമ ഭക്ഷണത്തിന് പിന്നാലെ പായുകയാണ്. बहुत से लोग ऐसे हैं, കുറേ ആളുകൾ विज्ञापन के ഇങ്ങനെയാണ്. पीछे भाग रहे हैं പരസ്യത്തിന്റെ പിറകെ അവർ ഓടുകയാണ്. और बनावटी खाना खा रहे हैं, കൃത്രിമ ആഹാരങ്ങൾ എന്നിട്ട് അവർ കഴിക്കുകയാണ്. जिससे हमारा स्वास्थ्य बिगड़ जाता है। ഇതിലൂടെ നമ്മുടെ ആരോഗ്യം, സ്വാസ്ഥ്യം എന്ന് പറഞ്ഞാൽ ആരോഗ്യം, ബിഗഡ് ജാത്താ ഹെ. ബിഗഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നഷ്ടമാവുകയാണ് അല്ലേ? അപ്പം നമ്മുടെ ആരോഗ്യം നശിച്ചു പോവുകയാണ് ഇങ്ങനെ കൃത്രിമ ആഹാരം സ്ഥിരം കഴിക്കുന്നതിലൂടെ. हमारा स्वास्थ्य है ना, वो बिगड़ जाता है। കുട്ടികളെ,
ഇവിടെ നമ്മളെ ആഴത്തിൽ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ചിതലുകൾ പക്ഷിയുടെ സ്വാഭാവികമായ ആഹാരമല്ല. എന്നാൽ ഈ പക്ഷിയോ അതിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള സവിശേഷതകൾ, അതായത് തൂവലുകൾ, ഈ ചിതലുകൾക്ക് വേണ്ടി നഷ്ടപ്പെടുത്തുകയാണ്. എപ്രകാരമാണോ നമ്മളിൽ പലരും അനാരോഗ്യകരമായ കൃത്രിമമായ ഭക്ഷണ സാധനങ്ങളുടെ പുറകെ പോയി ആരോഗ്യം നഷ്ടപ്പെടുത്തുന്നത്, അതുപോലെ തന്നെയാണ് ഈ പക്ഷിയും ഇവിടെ ചെയ്തിരിക്കുന്നത്. നമ്മളിത് ആഴത്തിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ എല്ലാവരും യഹാ ദേഖിയേ, पिता ने नौजवान पक्षी को समझाने की कोशिश की. അപ്പം ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ അച്ഛൻ പക്ഷി മകൻ പക്ഷിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് അല്ലേ? क्या उसने माना? आगे क्या हुआ होगा? അപ്പോൾ ആ പക്ഷി അച്ഛൻ പറഞ്ഞിട്ട് കേട്ടോ? മുമ്പോട്ട് എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് നോക്കാം. देखे, लेकिन उस नौजवान पक्षी ने बड़े ही गर्व से अपना मुख दूसरी ओर कर लिया. लेकिन उस नौजवान पक्षी പക്ഷേ അച്ഛൻ പറഞ്ഞതനുസരിക്കാൻ ആ നൗജവാൻ പക്ഷി തയ്യാറായില്ലല്ലേ? അച്ഛൻ പറഞ്ഞ കേട്ട് മുഖം തിരിച്ചു കളഞ്ഞു. ने बड़े ही गर्व से अपना मुख दूसरी ओर कर लिया. नौजवान पक्षी ने क्या किया? എന്താണ് ചെയ്തത് നൗജവാൻ പക്ഷി? पक्षी ने बड़े ही गर्व से, अहंकार से अपना मुख दूसरी तरफ कर दिया. വലിയ അച്ഛൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ അഹങ്കാരത്തോടു കൂടി തൻ്റെ മുഖം അപ്പുറത്തേക്ക് മുഖം തിരിച്ചു കളഞ്ഞു. अपना मुख दूसरी ओर कर दिया. पिता का उपदेश माना उसने? नहीं. അച്ഛൻ്റെ ഉപദേശം സ്വീകരിച്ചോ? ഇല്ല അല്ലേ? उसने पिता का उपदेश नहीं माना. അച്ഛൻ്റെ ഉപദേശം पिता കേട്ടില്ല. का उपदेश स्वीकार ही नहीं किया. അച്ഛൻ്റെ ഉപദേശം സ്വീകരിച്ചതേ ഇല്ല. उसे जमीन पर उतरकर दीमकें खाने की चट लग गई थी. अब उसे ना तो दूसरे कीड़े अच्छे लगते, न फल, न अनाज के दाने. എന്താണ് ദൂസരെ കീടോ, അതായത് വായുവിൽ നിന്ന് പ്രാണികളെ പിടിച്ചു എന്ന് പറഞ്ഞു. ആ പ്രാണികളെ ഒന്നും ഇഷ്ടമായിരുന്നില്ല, പഴം കഴിക്കാനും ഇഷ്ടമല്ല, അനാജ് ധാന്യങ്ങൾ കഴിക്കാനും ഇഷ്ടമായിരുന്നില്ല. അതിനെന്താണ്, ദീമക്ക് മാത്രം മതി, ചിതൽ മാത്രം മതിയായിരുന്നു. दीमकों का शौक अब उस पर हावी हो गया था. അപ്പോൾ ഈ ദീമക്കിനോടുള്ള ഭ്രമം, ദീമക്ക് വേണം എന്നുള്ള അതിയായ ആഗ്രഹം ആ പക്ഷിയെ കീഴടക്കിയിരിക്കുന്നു. അതിന് ദീമക്ക് മാത്രം മതി, ചിതൽ മാത്രം മതി എന്നാണ് ഇപ്പം പക്ഷി പറയുന്നത്. उसे केवल दीमक ही अच्छी लगती है. അതിന് ചിതൽ മാത്രമേ ഇഷ്ടമുള്ളൂ. उसे अनाज अच्छा लगता है? അതിന് ധാന്യങ്ങൾ ഇഷ്ടമാണോ? नहीं. അല്ല. अन्य कीड़े अच्छे लगते हैं? മറ്റ് പ്രാണികളോ? അതും ഇഷ്ടമല്ല. नहीं. फल अच्छा लगता है? പഴങ്ങളോ? അതും ഇഷ്ടമല്ല. नहीं. उसे केवल दीमक ही अच्छी लगती है. അതിന് ദീമക്ക്, ചിതലുകളെ മാത്രമേ ഇഷ്ടമുള്ളൂ ഇപ്പം. दीमकों का शौक उस पर हावी हो गया था. ദീമക്കിൻ്റെ ഷോക്ക്, ദീമക്കിനോടുള്ള ഭ്രമം ആ പക്ഷി എന്താണ്, കീഴടക്കിയിരിക്കുന്നു. ഹാവി ഹോഗയ എന്ന് പറഞ്ഞാൽ കീഴടക്കിയിരിക്കുന്നു. हावी होना ഹാവി ഹോന എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്, കീഴടക്കി. मैं बताती हूँ. दीमक दीमक दीमक, मुझे दीमक खानी है, मुझे दीमक खानी है. അപ്പം പക്ഷിയുടെ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ്, ചിതല് മതി എന്ന് ഉള്ള ഒരു അവസ്ഥയാണ് പക്ഷിക്ക് ഇപ്പോൾ ഉള്ളത്. दीमकों का शौक उस पर हावी हो गया. लेकिन ऐसा कितने दिनों तक चलता? പക്ഷെ ഇങ്ങനെ എത്ര ദിവസം പോകാനാ? उसके पंखों की संख्या लगातार घटती चली गई. അതിൻ്റെ ആ തൂവലുകളുടെ എണ്ണം വളരെയധികം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. घटने लगा माने क्या है? कम होना. घटने लगा എന്ന് പറഞ്ഞാൽ കുറയുക എന്നുള്ള അർത്ഥമാണ്. कम होना. उसके पंखों की संख्या लगातार घटती चली गई. അപ്പം അതിൻ്റെ തൂവലുകളുടെ എണ്ണം നിരന്തരം കുറഞ്ഞുകൊണ്ടേയിരുന്നു. കാരണം എന്നും ഇങ്ങനെ ഓരോ തൂവൽ വെച്ച് കൊടുത്തോണ്ടിരിക്കുകയാണ്. അപ്പം എന്താണ്, അതിൻ്റെ തൂവലുകൾ എണ്ണം കുറഞ്ഞുകൊണ്ടിരുന്നു. वो ऊंचाइयों पर अपना संतुलन साध नहीं सकता था. ना बहुत समय तक. അപ്പം ഈ പക്ഷികൾ ഉയരത്തിൽ പറക്കുമ്പോൾ അവർക്കൊരു ഇക്വിലിബ്രിയം വേണം അല്ലേ, സന്തുലനാവസ്ഥ കീപ്പ് ചെയ്യണം. അതൊന്നും ചെയ്യാൻ ഇപ്പം പക്ഷിക്ക് സാധിക്കത്തില്ല. पंख उसे
सहारा दे सकते थे। आकाश यात्रा के दौरान उसे जल्दी जल्दी पहाड़ी चट्टानों, पेड़ों की चोटियों, गुंबदों और बुर्जों पर हाँफते हुए बैठ जाना पड़ता। അപ്പം ആകാശത്ത് ഇങ്ങനെ പറന്ന് ഒരുപാട് നേരം നടക്കാൻ ആ പക്ഷിക്ക് സാധിക്കാൻ പറ്റാതെയായി. ആകാശത്തേക്ക് പറക്കുമ്പോഴെല്ലാം പെട്ടെന്ന് തന്നെ മരച്ചില്ലകളിലോ മലയുടെ മുകളിലോ ഒക്കെ പോയി ഇരിക്കേണ്ട അവസ്ഥ വന്നു. देखिए, उस पक्षी को ऊंचाइयों में, आकाश में संतुलन नहीं मिलता है। പക്ഷിക്ക് ആകാശത്ത് സന്തുലനാവസ്ഥ ലഭിച്ചിരുന്നില്ല. संतुलन मिलता है? नहीं मिलता है। उसकी पंखों की संख्या लगातार कम होती അപ്പം അതിൻ്റെ തൂവലുകളുടെ എണ്ണം നിരന്തരം കുറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. जा रही है। पंखों को शक्ति नहीं है। തൂവലുകൾക്ക് ഇപ്പം ശക്തിയില്ല, അതിൻ്റെ ചിറകുകൾക്ക് ശക്തിയില്ല. बहुत समय पंख से सहारा या आश्रय न दे सकते थे। ഇപ്പം അതിന് കൂടുതൽ സമയം അതിൻ്റെ ചിറകുകളെ ആശ്രയിക്കാൻ സാധിച്ചിരുന്നില്ല. उसका पंख बहुत कमजोर हो गया। അതിന് തൂവലുകളില്ലാത്തതിനാൽ അതിൻ്റെ ചിറകുകൾ ദുർബലമായിക്കൊണ്ടിരുന്നു, क्षीण हो गया। ക്ഷീണിച്ചു പോയി അല്ലേ? हाँ, आकाश यात्रा के समय उसे जल्दी जल्दी पहाड़ी चट्टानों, അപ്പം അതിന് എന്താണ്, ആകാശത്തേക്ക് അത് പറക്കുമ്പോൾ പെട്ടെന്ന് തന്നെ മലയുടെ മുകളിലേക്കോ पेड़ों की चोटियों, മരത്തിൻ്റെ ചില്ലകളിലേക്കോ അല്ലെങ്കിൽ മരത്തിൻ്റെ മുകളിൽ गुंबदों അല്ലെങ്കിൽ ഈ എന്താണ് താഴിക കുടങ്ങളിലേക്കൊക്കെയോ और बुर्जों पर അല്ലെങ്കിൽ ടവറുകളിലേക്കോ बुर्जों पर हाँफते हुए കിതച്ചുകൊണ്ട് വന്നിരിക്കേണ്ടി വന്നു. बहुत क्षीण होकर बैठ जाना पड़ता था। देखिए, उस नौजवान पक्षी की अब कैसी स्थिति हो गई है। ആ നൗജവാൻ പക്ഷിയുടെ സ്ഥിതി ഇപ്പം എങ്ങനെയാണെന്ന് നിങ്ങൾ കണ്ടില്ലേ? क्या अब वो ऊंचाइयों में उठ सकता है? ഇനി അതിന് ഉയരങ്ങളിലേക്ക് പറക്കാൻ സാധിക്കുമോ? नहीं, ഇല്ല, बिल्कुल नहीं। ഇല്ല. कैसी हालत है उसकी? അതിൻ്റെ അവസ്ഥ बहुत എന്താണല്ലേ? बुरी हालत है। വളരെ കഷ്ടം പിടിച്ചൊരവസ്ഥയാണ് ആ പക്ഷിക്ക് ഇപ്പോൾ ഉള്ളത്. आगे चले, आगे മുമ്പോട്ട് देखें നോക്കാം. क्या हुआ है। उसके परिवार वाले तथा मित्र ऊंचाइयों पर तैरते हुए आगे बढ़ जाते। वो बहुत पिछड़ जाता। അപ്പോൾ ഉസ്കെ പരിവാർ വാലെ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ, കുടുംബത്തിലുള്ളവരും അദ്ദേഹത്തിൻ്റെ ആ പക്ഷിയുടെ കൂട്ടുകാരുമൊക്കെ വളരെയധികം ഉയരത്തിലേക്ക് ഒരുപാട് പറന്നു പോകുമ്പോൾ എന്താണ്, ഈ പക്ഷി ഒരുപാട് പിന്നോക്കം നിന്നുപോയി. കാരണം അതിന് അത്ര ഉയരത്തിൽ പറക്കാൻ സാധിക്കുന്നില്ല. परिवार वाले माने, आप जानते हैं परिवार वाले माने, पिछले पाठ में आपने पढ़ा था। പരിവാർ വാല എന്ന് പറഞ്ഞാൽ എന്താണ്? കഴിഞ്ഞ ക്ലാസ് നിങ്ങൾ പഠിച്ചതാണ്. हाँ, माता पिता सब, അച്ഛനും അമ്മയും എല്ലാവരും, उसके परिवार वाले तथा കുടുംബാംഗങ്ങൾ ऊंचाइयों में आगे बढ़ रहे हैं। മുന്നേറുമ്പോൾ, ഉയരത്തിൽ മുന്നേറുമ്പോൾ, അതായത് അതിൻ്റെ കുടുംബാംഗങ്ങളും കൂട്ടുകാരും ഉയരത്തിൽ മുന്നേറുമ്പോൾ और पक्षी, उसकी स्थिति कैसी है? ഈ പക്ഷിയുടെ അവസ്ഥ എങ്ങനെയായിരുന്നു? वो पीछे रह गया। അത് പിന്നാലെ ആയിപ്പോയി അല്ലേ? അവരുടെ ഒപ്പം പറന്നെത്താൻ ആ പക്ഷിക്ക് സാധിച്ചില്ല. अब पक्षी आगे, और ये नौजवान पक्षी, देखिए नौजवान पक्षी है, युवा पक्षी है। യുവാവായിട്ടുള്ളൊരു പക്ഷിയാണിത്, എന്നിട്ടും ഇതിന് പറന്ന് അവർക്കൊപ്പം എത്താൻ സാധിക്കുന്നില്ല. वो पीछे रह गया। അത് പിന്നാലെ ആയിപ്പോയി. आगे देखे हम, फिर भी दीमक खाने का उसका शौक कम नहीं हुआ। അപ്പൊ ഇത്രയൊക്കെ ആയിട്ടും ദീമക്കിനെ കഴിക്കാനുള്ള ആ ഭ്രമം അതിന് കുറഞ്ഞിട്ടേ ഇല്ല. दीमकों के लिए गाड़ी वाले को वो अपने पंख तोड़ तोड़ कर देता रहा। അപ്പൊ ഈ ചിതലിനെ കഴിക്കാനായിട്ട് ഈ പക്ഷി എന്ത് ചെയ്തു? അതിൻ്റെ ചിറകുകൾ അല്ലെങ്കിൽ അതിൻ്റെ ആ തൂവലുകൾ പറിച്ചു കൊടുത്തുകൊണ്ടേയിരുന്നു വണ്ടിക്കാരന്. एक बार और देखें, ഒന്നുകൂടി നോക്കാം. फिर भी दीमकें खाने का उसका शौक कम नहीं हुआ। दीमकों के लिए ഇത്രയായിട്ടും ഈ ചിതലിനെ കഴിക്കാനുള്ള ആഗ്രഹം ആ പക്ഷിക്ക് കുറഞ്ഞിട്ടേ ഇല്ല. വീണ്ടും വീണ്ടും ദീമക്ക് വേണം എന്നുള്ള ആഗ്രഹമാണ്. गाड़ी वाले को वो अपने पंख तोड़ तोड़ कर देता रहा। അപ്പോൾ ആ വണ്ടിക്കാരന് തൻ്റെ തൂവലുകൾ വീണ്ടും പറിച്ചെടുത്തുകൊണ്ടേ കൊടുത്തുകൊണ്ടേയിരുന്നു.
क्या पक्षी ने अपनी आदत छोड़ी? പക്ഷി नहीं, തൻ്റെ ആ ശീലം മാറ്റിയോ? ഇല്ല അല്ലേ? वो लगातार दीमक खाता रहा. ആദത്ത് എന്ന് പറഞ്ഞാൽ ശീലമാണ്. അത് ഇത്രയും ആയിട്ടും അതിൻ്റെ ശീലം അതിന് മാറ്റാൻ സാധിച്ചില്ല. അത് നിരന്തരം ദീമക്കിനെ കഴിച്ചുകൊണ്ടേയിരുന്നു. നിരന്തരം തന്റെ തൂവലുകൾ നഷ്ടപ്പെടുത്തിയത് കൊണ്ട് ഏറെ സമയം ആകാശത്ത് മുകളിൽ പറക്കാൻ അവന് കഴിയാതെ വന്നു. അവന്റെ കൂട്ടർ ആരൊക്കെയാണ്? അവന്റെ വീട്ടുകാരും കൂട്ടുകാരും എല്ലാം ഉയരങ്ങൾ താണ്ടി പറന്നു പോയപ്പോൾ അവൻ ഏറെ പിറകിലായി. तो बच्चों आगे देखें. फिर उसने सोचा कि आसमान में उड़ना ही फिजूल है, वो मूर्खों का काम है. उसकी हालत यह थी कि अब वो आसमान में उड़ ही नहीं सकता था. ആ ഉസ്നെ സോച്ച. അപ്പോൾ ഇതിന് പറക്കാൻ പറ്റാത്തൊരവസ്ഥയായി. അപ്പോൾ ഈ പക്ഷി എന്ത് ചിന്തിച്ചു? ആസ്മാൻമേം ഉഡ്നാഹി ഫിസൂൽ ഹെ. ആകാശത്ത് പോയി പറക്കുന്നത് വലിയ കാര്യമൊന്നുമല്ല, അതിലൊരു അർത്ഥവും ഇല്ല എന്ന് ആ പക്ഷി ചിന്തിച്ചു. വഹ് മൂർഖോं का काम है, उसकी हालत यह है कि अब वह आसमान में उड़ ही नहीं जा सकता. അപ്പോൾ ഇപ്പോൾ ആ പക്ഷിയുടെ അവസ്ഥ എന്തായിരുന്നു? അതിന് ആകാശത്തേക്ക് പറക്കാനേ സാധിക്കുകയില്ലായിരുന്നു. അതുകൊണ്ട് ആ പക്ഷി എന്ത് വിചാരിച്ചു? ആകാശത്തേക്ക് പറക്കുക എന്നുള്ളത് ഒരു അർത്ഥമില്ല, അതിലൊന്നും ഒരു കാര്യവുമില്ല എന്ന് ആ പക്ഷി ചിന്തിച്ചു. देखो बच्चों, अब पक्षी क्या सोचता है? क्या सोचता है पक्षी? आसमान में उड़ना फिजूल है. ഫിസൂൽ എന്ന് പറഞ്ഞാൽ ഒരർത്ഥവും ഇല്ലാത്ത കാര്യം എന്നാണ്. അപ്പോൾ പക്ഷി ഇപ്പോൾ ചിന്തിക്കുന്നത് എന്താണ്? ആകാശത്തേക്ക് പറന്നു വരുന്നത് ഒരു അർത്ഥവും ഇല്ലാത്തൊരു കാര്യമാണെന്ന്. फुल माने व्यर्थ, निरर्थक. आसमान में उड़ना निरर्थक है. पक्षी के इस मनोभाव पर आपकी राय क्या है? പക്ഷിയുടെ ഈ മനോഭാവത്തെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? पक्षी अपनी कमजोरियों को छिपाने के लिए अपनी कमजोर പക്ഷി തൻ്റെ ദൗർബല്യത്തെ ഒളിപ്പിച്ചു വെക്കാൻ ശ്രമിക്കുകയാണല്ലേ? ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് തൻ്റെ ദൗർബല്യത്തെ ഒളിപ്പിച്ചു വെക്കാൻ ശ്രമിക്കുകയാണ്. कमजोरियों को छिपाने के लिए कारण ढूंढता है ना? पक्षी अब उड़ सकता है? പക്ഷിക്ക് नहीं, ഇപ്പൊ പറക്കാൻ वो സാധിക്കുകയില്ല. कमजोर हो गया. അത് उसे उड़ने की क्षमता नहीं. ദുർബലനായി മാറി. അതിന് പറക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം തൻ്റെ ഈ ദുർബല അവസ്ഥയെ ഒളിപ്പിച്ചു വെക്കാനായിട്ട് പക്ഷി ഓരോരോ കാരണങ്ങൾ കണ്ടെത്തുകയാണ്. ही है. तो उसने एक कारण ढूंढा. അതിനത് ഒരു കാരണം കണ്ടെത്തി. आसमान में उड़ना फिजूल है. എന്തായിരുന്നു ആ കാരണം? ആകാശത്ത് പറന്ന് നടക്കുന്നതിന് ഒരു കാര്യവുമില്ല, ഒരർത്ഥവുമില്ല എന്ന്. निरर्थक है. आसमान में उड़ना फिजूल है, निरर्थक है, उसकी कोई जरूरत नहीं അതിൻ്റെ है. ഒരു ആവശ്യവുമില്ല എന്ന് പക്ഷി സ്വയം കാരണം കണ്ടെത്തി. तो सिर्फ एक पेड़ से उठकर दूसरे पेड़ तक पहुंच पाता. അപ്പം ഇപ്പം പക്ഷിയെ കൊണ്ട് ഒരു മരത്തിൽ നിന്ന് പറന്ന് മറ്റൊരു മരത്തിലേക്ക് പറന്നെത്താനുള്ള കഴിവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. धीरे धीरे उसकी यह शक्ति भी कम होती गई. പതുക്കെ പതുക്കെ പക്ഷിയുടെ ഈ ഒരു ശക്തിയും കുറയാൻ തുടങ്ങി. और एक समय वो आया जब वह बड़ी मुश्किल से पेड़ की एक डाल से लगी हुई दूसरी डाल पर चलकर फुदक कर पहुंचता. അപ്പം എന്താണ്, ഒരു സമയത്ത് ഇങ്ങനൊരവസ്ഥ പോലും വന്നു. അത് വെച്ചാൽ അതിന് മരത്തിൻ്റെ ഒരു ചില്ലയിൽ നിന്നും മറ്റൊരു ശിഖരത്തിലേക്ക് പറന്ന് ചെല്ലാനായിട്ട് അതിന് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നു. लेकिन दीमक खाने का शौक नहीं छूटा. പക്ഷെ ഇത്രയൊക്കെ ആയിട്ടും ചിതല് കഴിക്കാനുള്ള അതിൻ്റെ ഭ്രമം അത് ഉപേക്ഷിച്ചില്ല. पक्षी की हालत अब कैसी है? ഇപ്പൊ പക്ഷിയുടെ അവസ്ഥ എങ്ങനെയാണ്? पक्षी की हालत अब कैसी है? पक्षी की ഹാലത്ത് എന്ന് हालत, പറഞ്ഞാൽ അവസ്ഥ. ഹാലത്ത് എങ്ങനെയാണ്? वो उड़ ही नहीं सकता था. പക്ഷിക്ക് പറന്നുയരാനേ സാധിക്കുകയില്ലായിരുന്നു. अब वो बड़ी मुश्किल से क्या करता है? ഇപ്പൊ അത് വളരെ ബുദ്ധിമുട്ടി എന്താണ് ചെയ്യുന്നത്? मुश्किल से माने മുഷ്കിൽ എന്ന് പറഞ്ഞാൽ शब्दकोश में देखिए, मुश्किल പ്രയാസപ്പെട്ട്. से हमारे शब्दकोश में है मुश्किल, डिफिकल्टी, प्रयासम. पेड़ की एक डाल से दूसरी डाल फुदक कर चलता है. फुदक कर. അപ്പൊ ഫുദക്കർ എന്ന് പറഞ്ഞാൽ എന്താണ്? മരത്തിന്റെ ഒരു ചില്ലയിൽ നിന്ന് മറ്റൊരു ചില്ലയിലേക്ക് ഫുദക്കർ ചാൽത്താഹെ,
ചാടിച്ചാടി. അപ്പോൾ പറന്നൊന്നും പോകാൻ പറ്റുന്നില്ല. ചാടിച്ചാടിയാണ് അത് നടക്കുന്നത്. चलता है। फुदक कर माने क्या है? शब्दकोश में देखें, पैरों पर धीरे धीरे उछलना। അതായത് പക്ഷിയുടെ കാലുകൊണ്ട് നടന്ന് നടന്ന് പതുക്കെ പതുക്കെ പോകുകയാണ്. അതിന് പറക്കാൻ സാധിക്കുന്നില്ല. पक्षी है, उसको पंख भी है, लेकिन वो पक्षी पैरों पर അപ്പോൾ എന്താണ്, ഇതൊരു പക്ഷിയാണ്, അതിന് ചിറകുണ്ട്. പക്ഷെ ഇവിടുത്തെ പക്ഷി എന്താണ്, കാലുകൊണ്ട് നടന്നാണ് നീങ്ങുന്നത്. धीरे धीरे उछलता है। कैसी स्थिति है उस पक्षी की? അപ്പോൾ പക്ഷിയുടെ എന്തവസ്ഥയാണ് ഇവിടെ ഉള്ളത്? क्या उसने दीमक खाने का शौक छोड़ दिया? ഇത്രയൊക്കെ ആയിട്ട് അതിന് പറക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഇത്രയൊക്കെ ആയിട്ട് പക്ഷി ആ ചിതലിനെ കഴിക്കാനുള്ള ആഗ്രഹം ഉപേക്ഷിച്ചോ? नहीं। ഇല്ല. इस समय में भी वो अपनी ये बुरी आदत नहीं छोड़ता है। അപ്പോൾ ഈ സമയം ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ എത്തിയിട്ട് പോലും പക്ഷി എന്താണ്, തൻ്റെ ഈ ചീത്ത ശീലം, ഈ വേണ്ടാത്ത ശീലം മാറ്റി കളഞ്ഞില്ല. നോക്കൂ കുട്ടികളെ, ഇപ്പോൾ നമ്മുടെ ഈ പക്ഷി, യുവാവായ ഈ പക്ഷി ചിതലിന് പൂർണ്ണമായും അടിമപ്പെട്ടിരിക്കുകയാണ്. അവനിപ്പോൾ പറക്കാൻ കഴിയുന്നുണ്ടോ? ഇല്ല. അതിന് അവൻ ഒരു ന്യായീകരണവും കണ്ടെത്തുകയാണ്. എന്തിനാണാവോ ഈ പക്ഷികളൊക്കെ ഇങ്ങനെ പറക്കുന്നത്? ഇതിൻ്റെയൊന്നും യാതൊരു ആവശ്യവുമില്ല. അവനിപ്പോൾ അല്പം പോലും പറക്കാൻ കഴിയുന്നില്ല. ഒരു മരത്തിന്റെ ചില്ലയിൽ നിന്ന് ആ മരത്തിന്റെ തന്നെ മറ്റൊരു ജില്ലയിലേക്ക്. നോക്കണേ പക്ഷിയുടെ അവസ്ഥ. ഒരു മരത്തിന്റെ ചില്ലയില് ആ മരത്തിന്റെ തന്നെ മറ്റൊരു ജില്ലയിലേക്ക് ചാടി പോകാനേ കഴിയുന്നുള്ളൂ. അല്പം പോലും അവന് പറക്കാൻ കഴിയുന്നില്ല. എന്നാലും അവന്റെ സ്വഭാവം മാറ്റുന്നുണ്ടോ? അവന്റെ സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റം വന്നോ? ഇല്ല. എന്നിട്ടും അവൻ ചിതലുകളെ ഭക്ഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിനുവേണ്ടി തന്റെ തൂവലുകൾ നൽകിക്കൊണ്ടേയിരുന്നു. तो बच्चों, अब तक हम कहानी सुन रहे थे. अब मुझे आपसे और कुछ बातें करनी है. ഇത്ര നേരം നമ്മൾ കഥ കേൾക്കുകയായിരുന്നു. ഇനി നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങളൂടി പറയാം. जरा इन वाक्यों पर ध्यान दें. एक था ഈ വാക്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. पक्षी, वो नीले आसमान में खूब ऊंचाई पर उड़ता जा रहा था. एक बार और. ഒന്നുകൂടി നോക്കാം. एक था ഒരു പക്ഷി ഉണ്ടായിരുന്നു. അത് ആകാശത്ത് ഒരുപാട് ഉയരത്തിൽ പറന്ന് നടക്കുകയായിരുന്നു. पक्षी, वो नीले आसमान में खूब ऊंचाई पर उड़ता जा रहा था. इन वाक्यों के रेखांकित शब्दों में क्या संबंध है? रेखांकित शब्द माने क्या है? രേഖാങ്കിത ശബ്ദം. ഈ വാക്യത്തിലെ രേഖാങ്കിത ശബ്ദങ്ങൾക്ക് എന്ത് സംബന്ധമാണുള്ളത്? എന്താണ് രേഖാങ്കിത ശബ്ദം? जिन शब्दों के नीचे रेखा खींची ഈ വാക്ക് ഏതൊക്കെ വാക്കുകളാണോ അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത് അതാണ് രേഖാങ്കിത ശബ്ദം. है वही रेखांकित शब्द है. यहाँ के रेखांकित शब्द क्या क्या हैं? ഇവിടെ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന വാക്കുകൾ ഏതൊക്കെയാണ്? जरा बताइए. നിങ്ങൾ പറഞ്ഞേ. हाँ, पक्षी, वह. പക്ഷിയും പിന്നെ വഹും. पहले वाक्य में पक्षी, ആദ്യത്തെ दूसरे वाक्य में ആദ്യത്തതിൽ പക്ഷിയാണ് അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത്, രണ്ടാമത്തതിൽ വഹ്. वो. इन शब्दों में क्या संबंध है? दूसरे वाक्य का वो किसके बदले? അപ്പോൾ ഈ ശബ്ദങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണ്? രണ്ടാമത്തെ വാക്യത്തിൽ വ എന്നുള്ളത് ആരെ സംബന്ധിപ്പിക്കുന്നതാണ്, സൂചിപ്പിക്കുന്നതാണ്? प्रयुक्त है. हाँ, बहुत अच्छा. पक्षी के लिए പക്ഷിയെ സൂചിപ്പിച്ചുകൊണ്ടാണ് അവിടെ വ എന്ന് എഴുതിയിരിക്കുന്നത് അല്ലേ? ये प्रयुक्त है. पहले वाक्य का पक्षी शब्द नाम को सूचित करता है, इसलिए यह संज्ञा है, नाउन है. അപ്പോൾ ആദ്യത്തെ വാക്യത്തിലെ പക്ഷി ഞാൻ പേരാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നൗണാണ്. और दूसरे वाक्य का वो पहले वाक्य के पक्षी माने संज्ञा के बदले प्रयुक्त है. അപ്പം ഇപ്പം രണ്ടാമത്തെ സെൻറ്റൻസിലെ വ ആണെങ്കിൽ ഒന്നാമത്തെ സെൻറ്റൻസിലെ പക്ഷിയെ ഉദ്ദേശിച്ചുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത്. ഒന്നാമത്തെ സെൻറ്റൻസിലെ നൗണിനെ ആണ് ഉദ്ദേശിക്കുന്നത്. इसलिए यह सर्वनाम है. അപ്പോൾ ഇത് ആ നൗണിനെ ഇതാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ സർവനാമം എന്നാണ് അറിയപ്പെടുന്നത്. प्रोनाउन है. तो बच्चों, जो शब्द नाम को सूचित करता है उसे क्या कहते हैं? അപ്പം നാമത്തെ സൂചിപ്പിക്കുന്ന
ശബ്ദത്തെ എന്താണ് പറയുന്നത്? നൗൺ അല്ലേ? संज्ञा। സംജ്ഞ അല്ലെങ്കിൽ നൗൺ. जो शब्द संज्ञा के बदले प्रयुक्त होता है അപ്പോൾ ഈ നൗണിന് പകരം ഉപയോഗിക്കുന്ന ശബ്ദത്തെ എന്താണ് അറിയപ്പെടുന്നത്? സർവനാം. उसे हम क्या कहेंगे? हाँ, सर्वनाम। हिंदी के सर्वनाम हैं मैं, हम, അപ്പോൾ ഹിന്ദിയിലെ സർവനാമങ്ങളാണ് മേ, ഹം, തു, തും, ആപ്. तू, तुम, आप, യഹ്, यह, വഹ്, वह, യേ, ये, വേ, वे, जो, जो, कौन, कौन, कोई, कुछ, क्या आदि। तो बच्चों, आज हमने क्या क्या पढ़े? जरा एक बार फिर से देखें। നമ്മൾ ഇന്ന് എന്തൊക്കെ പഠിച്ചു നമുക്ക് ഒന്നുകൂടെ നോക്കാം. एक दिन उसके पिता ने देख लिया। उसने समझाने की कोशिश की कि बेटे, दीमकें हमारा स्वाभाविक आहार नहीं है। അപ്പോൾ ഒരു ദിവസം പിതാവ് കണ്ടു ഈ തൂവൽ കൊടുത്ത് ദീമക്കിനെ കഴിക്കുന്നേ. അപ്പം പിതാവ് പക്ഷിയെ ഉപദേശിച്ചു, മകനെ ഇത് നമ്മുടെ സ്വാഭാവിക ആഹാരമല്ല. और उनके लिए अपने पंख तो हरगिज नहीं दिए जा അതിനു വേണ്ടിയിട്ട് നിന്റെ തൂവലുകൾ ഒരിക്കലും കൊടുക്കാൻ പാടില്ല. सकते। उसके परिवार वाले तथा मित्र ऊंचाइयों पर तैरते हुए आगे बढ़ जाते। അപ്പം തൻ്റെ കുടുംബാംഗങ്ങളും കൂട്ടുകാരും ഒക്കെ, പക്ഷിയുടെ കൂട്ടുകാരും കുടുംബാംഗങ്ങളും ഒക്കെ ഒരുപാട് ഉയരത്തിൽ പറക്കുകയായിരുന്നു. वो പക്ഷേ ഈ പക്ഷി എന്താണ്, അവർക്കൊക്കെ ഒപ്പം പറക്കാൻ സാധിച്ചില്ല, ഒരുപാട് പിന്നാലെയായിപ്പോയി. बहुत पिछड़ जाता। ये क्यों आसमान में उड़ रहे हैं? आसमान में उड़ना ही फिजूल है। അപ്പം അങ്ങനെ പുറകിലായിപ്പോയി. അപ്പം ഈ പക്ഷി എന്താണ് ചിന്തിച്ചത്? ഇവരൊക്കെ എന്തിനാണ് ഇങ്ങനെ പറക്കുന്നത്? ആകാശത്ത് പോയി പറക്കുന്നതിൽ ഒരർത്ഥവും ഇല്ല. आसमान में उड़ना मूर्खों का काम है। उसकी हालत यह थी कि अब वो आसमान में उठ ही नहीं सकता था। അപ്പം ആ പക്ഷിയുടെ അവസ്ഥ ഇപ്പോൾ ഇങ്ങനെയാണ്, അതിന് ആകാശത്തേക്ക് പറക്കാൻ പോലും സാധിക്കുകയില്ല. धीरे धीरे उसकी शक्ति भी कम हो गई। പതുക്കെ പതുക്കെ ആ പക്ഷിയുടെ ശക്തിയും കുറയാൻ തുടങ്ങി. फिर भी दीमकें खाने का उसका शौक कम नहीं हुआ। പക്ഷെ ഇത്രയൊക്കെ ആയിട്ടും ദീമക്കിനെ കഴിക്കാനുള്ള തൻ്റെ കൊതി ആ പക്ഷിക്ക് ഇതുവരെ കുറഞ്ഞിട്ടില്ലായിരുന്നു. दीमकों के लिए गाड़ी वाले को पक्षी अपने पंख तोड़ तोड़ कर देता रहा। ചിതലിന് വേണ്ടിയിട്ട് ആ വണ്ടിക്കാരന് പക്ഷി തൻ്റെ ചിറകുകൾ പറിച്ചെടുത്ത് കൊടുത്തുകൊണ്ടേയിരുന്നു. तो बच्चों, आज की कक्षा यहाँ पर समाप्त करती हूँ। अगली कक्षा में हम फिर मिलेंगे। അപ്പോൾ കുട്ടികളെ, ഇന്നത്തെ ക്ലാസ് ഇവിടെ തീരുകയാണ്. എല്ലാവർക്കും ഈ ക്ലാസ് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ടാണ് ഈ ചാനലിലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. താങ്ക്